നിങ്ങളാണ് എന്നോട് പറഞ്ഞത് നവീൻ എല്ലാം സമ്മതിച്ചു എന്ന്. അധികം വൈകാതെ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കപ്പെടുമെന്ന്. എന്തിനാ എന്നോട് കള്ളം പറഞ്ഞത്? പറയാനല്ലേ പറഞ്ഞത്? പറയടി, എന്തിനാ എന്നോട് കള്ളം പറഞ്ഞത്? പറയാനല്ലേ പറഞ്ഞത്? സിനി ഒന്ന് പറയണം. എനിക്ക് അവളുടെ മുഖത്ത് നോക്കി കള്ളം പറയാനായിട്ട് പറ്റില്ല. മമ്മി, എന്തായി മമ്മി പോയിട്ട്? നവീനോട് സംസാരിച്ചോ? അവിടെ എല്ലാവരെയും കണ്ടോ? ഗാഥാ മാഡത്തിന് വേണ്ടി ഒരു കാര്യം തീരുമാനിച്ചിറങ്ങിയ അത് പൂർത്തിയാക്കാതെ സിത്താര മാം തിരിച്ചു വരുമോ? എല്ലാവരോടും സംസാരിച്ചു. കാര്യങ്ങളൊക്കെ ഒരുവിധം ഓക്കെയാ. താങ്ക് യു മമ്മി. ഓ, സത്യം പറഞ്ഞാ ഞാൻ നല്ല ടെൻഷനിലായിരുന്നു. അത് മമ്മിയോട്ട് അവസാനിപ്പിച്ചല്ലോ. നവീൻ വരുമോ മമ്മി? ഞാൻ പറഞ്ഞ കണ്ടീഷൻസ് ഒക്കെ നവീൻ ഓക്കെ ആണോ? എല്ലാം ഓക്കെ ആകും മാഡം. എല്ലാ കാര്യങ്ങളും അവർക്കൊന്ന് ആലോചിക്കണമല്ലോ. ആലോചിക്കട്ടെ. നിർമ്മലയും കുടുംബത്തെയും പുറത്താക്കി നവീൻ എന്റെ മുന്നിൽ വന്നു നിന്നാൽ ആ നിമിഷം ഞാൻ നവീന്റെ കൂടെ പോവും. പിന്നെ ഞാൻ ഒരാളോടും ദേഷ്യപ്പെടില്ല. സ്നേഹിക്കാൻ മാത്രമേ സമയം കിട്ടൂ. മമ്മി, ഐ ആം ഷുവർ ഇനി ഒരിക്കലും മമ്മിക്ക് എന്റെ കാര്യത്തില് ഇടപെടേണ്ടേ വരില്ല. ഓ, ഒന്ന് ചിരിക്കും മമ്മി. അമ്മേ, അച്ഛൻ ഒരു കള്ളോപ്പിട്ട് കാണിച്ച് അവരെ തിരിച്ചയച്ചു. അതും വിശ്വസിച്ച് അവരിനി ആരെയും വിളിക്കില്ലെന്ന് അമ്മയ്ക്ക് തോന്നുന്നുണ്ടോ? സിത്താര വിളിക്കും, അല്ലെങ്കിൽ ഗാഥ തന്നെ വിളിക്കും. അപ്പൊ എന്താ സംഭവിക്കുക? എല്ലാരും കൂടി അച്ഛനെ പിടിച്ച് കുരിശിക്കേറ്റും. അതിന് സാധ്യതയുണ്ട്. പൊതുവെ എല്ലാവർക്കും നോട്ടമുള്ളതാ എന്റെ തടി. നിർമ്മലയെ കുഴപ്പാവോ? കുഴപ്പാവണം. ഉദയേട്ടാ, സിത്താര മാത്രം കാര്യങ്ങൾ അറിഞ്ഞതുകൊണ്ട് ഒരു പ്രയോജനമില്ല. അറിയേണ്ടത് അവളാ, ആ ഗാഥ. നവീൻ ഡിവോഴ്സ് സമ്മതിച്ചു എന്ന് അറിഞ്ഞു കഴിഞ്ഞാ പിന്നെ അവള് ജീവിച്ചിരിക്കില്ല. പെങ്കൊച്ച് കേറി അങ്ങ് തൂങ്ങും, ഉറപ്പല്ലേ? അങ്ങനെ ഒരു സാധ്യത ഞാൻ കാണുന്നുണ്ട്. പക്ഷെ അത് എങ്കിൽ ആ സാധ്യത നമുക്ക് മുതലെടുക്കാം. ഹോ, എന്റെ പ്രിയപ്പെട്ട ഗാഥ മോളോട് ഞാൻ തന്നെ കാര്യങ്ങൾ അവതരിപ്പിക്കാം. സ്പീക്കർ ഇട്. ഹലോ. അമ്മായി മോളെ, എന്താണാവോ? ഇവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ മോൾ അവിടെ അറിയുന്നുണ്ടല്ലോ അല്ലേ? അറിയുന്നുണ്ട്. എന്റെ തീരുമാനങ്ങളാ അവിടെ നടക്കുന്നത്. നിങ്ങൾ എന്താ കരുതിയത്? ഗാഥ ശ്രീനിവാസ് ഒരു തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ അതിന്ന് പുറകോട്ട് പോകുന്നു. കളരിക്കലേക്ക് ഞാൻ തിരിച്ചു വരണമെങ്കിലേ നിങ്ങളും നിങ്ങളുടെ ഭർത്താവും മകളും അവിടെ ഉണ്ടാവാൻ പാടില്ലെന്ന് ഗാഥ തീരുമാനിച്ചതാ. അത് അംഗീകരിക്കാന്ന് നവീനും നവീന്റെ അച്ഛനും മമ്മിക്ക് വാക്കു കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ എന്തിനാ നിങ്ങൾ വിളിച്ചത്? കരഞ്ഞ് കാല് പിടിക്കാനാണെങ്കിലേ അത് നടക്കില്ല. നിങ്ങൾ ഇനി കളരിക്കല് വേണ്ട. ഞാൻ തിരിച്ചെത്തുമ്പോ നിങ്ങൾ അവിടെ ഉണ്ടാവാൻ പാടില്ല. നീ എങ്ങോട്ടാടി തിരിച്ചെത്തുന്നേ? കളരിക്കിലേക്കോ? ഞങ്ങൾ എവിടുന്ന് അടി ഇറങ്ങേണ്ടത്? ഞങ്ങളുടെ കുടുംബത്തിന്നോ? നീ എന്താ പറഞ്ഞേ? നിന്റെ മാമിക്ക് എന്റെ ഏട്ടൻ വാക്ക് കൊടുത്തുന്നോ ഞങ്ങൾ ഇറക്കിവിടാന്ന്? അത് സത്യമല്ലേ? ഇവിടെ നടന്നത് എന്താണെന്ന് നീ ചെന്ന് നിന്റെ മമ്മിയോട് കൃത്യമായിട്ടൊന്ന് ചോദിച്ചു നോക്ക്. ഈ വീടിനകത്തേക്ക് പോലും നിന്റെ മമ്മി ആരും കേറ്റില്ല. ഇവിടെ നടക്കുന്നതേ നിന്റെ തീരുമാനമല്ല, ഞങ്ങൾ കളരിക്കൽ കുടുംബക്കാരുടെ തീരുമാനമാ. ആ തീരുമാനം എന്താണെന്ന് നീ അറിഞ്ഞോ? നവീന്റെ ഭാര്യയായിട്ട് നീ ഇനി തുടരണ്ടാന്ന് ഞങ്ങൾ അങ്ങ് തീരുമാനിച്ചു. നവീൻ ഒപ്പിട്ട ഡിവോഴ്സ് പേപ്പർ കണ്ടിട്ടാ നിന്റെ മമ്മി അങ്ങോട്ട് തിരിച്ചു പോന്നത്. നിങ്ങൾ വെറുതെ എന്റെ അടുത്ത് കള്ളം പറയാൻ നിൽക്കണ്ട. നീ ചെന്ന് ചോദിച്ചു നോക്കടി മോളെ.
അത് നിന്റെ മമ്മി അങ്ങ് നിഷേധിച്ചു കഴിഞ്ഞാ നീ എന്നെ തിരിച്ചു വിളിക്കും. അവളെന്നെ ഇറക്കി വിടാൻ നോക്കുന്നു. ഒരു കാര്യം നീ ഉറപ്പിച്ചോ, നവീനുമായിട്ടുള്ള നിന്റെ ബന്ധം അവസാനിച്ചു, എന്നേക്കുമായി തീർന്നു. അവളായിട്ട് തുടങ്ങി വെച്ചത് കൊണ്ട് കൊള്ളേണ്ട ഭാഗത്ത് തന്നെ കൊണ്ടു, അല്ലേ ഉദേട്ടാ? ആ, അവളെ കൊല ആയുധം എന്തിന്? നിന്റെ നാക്ക് പോരെ നിർമ്മലേ. നിങ്ങൾ കളരിക്കൽ ചെന്നിട്ട് ആരോടൊക്കെയാ സംസാരിച്ചേ? ചോദിച്ചെന്താ കേട്ടില്ലേ? മമ്മി എല്ലാവരോടും സംസാരിച്ചു, എല്ലാം സമ്മതിച്ചു എന്ന് നിങ്ങൾ എന്നോട് പറഞ്ഞില്ലേ? ആരൊക്കെ അതിന് സമ്മതം മൂളി എന്നാ ഞാൻ ചോദിച്ചേ. ഗാഥ മാഡം, നവീൻ ഒപ്പിട്ട ഡിവോഴ്സ് പേപ്പർ നിങ്ങൾ കണ്ടില്ലേ? എന്റെ മമ്മി എന്നിട്ട് അത് വായിച്ചില്ലേ? പറയാൻ. മാഡം അത് വിട്. കൊല്ലുന്നേ. നിങ്ങളാണ് എന്നോട് പറഞ്ഞത് നവീൻ എല്ലാം സമ്മതിച്ചു എന്ന്. അധികം വൈകാതെ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കപ്പെടുമെന്ന്. എന്തിനാ എന്നോട് കള്ളം പറഞ്ഞത്? പറയാൻ. പറയാനല്ലേ പറഞ്ഞത്? പറയടി, എന്തിനാ എന്നോട് കള്ളം പറഞ്ഞത്? പറയാൻ. പറയാനല്ലേ പറഞ്ഞ? മോളെ, പറയാൻ. ഗാഥ വിടാൻ. വിടാനല്ലേ പറഞ്ഞത്? ഗാഥ വിട്. എന്നാ മമ്മി പറ, കളരിക്കൽ ചെന്നപ്പോ എന്താ സംഭവിച്ചതെന്ന് പറ മമ്മി. ഞാൻ പറഞ്ഞ ഡിമാൻഡുകളൊക്കെ നവീൻ അംഗീകരിച്ചോ? എന്നെ തിരിച്ചു വിളിച്ചു കൊണ്ടുപോവാന്ന് നവീൻ പറഞ്ഞോ? അതോ നവീൻ ഒപ്പിട്ട് ഡിവോഴ്സ് പേപ്പർ കണ്ടിട്ടാണോ മമ്മി ഇങ്ങോട്ട് തിരിച്ചു പോന്നത്? നിങ്ങൾ എന്താ വിചാരിച്ചേ? ഞാനൊന്നും അറിയില്ലെന്നോ? ഞാൻ അറിഞ്ഞു. തോറ്റ് തല കുനിച്ച സിത്താര ശ്രീനിവാസ് അവിടെ നിന്ന് തിരിച്ചു വന്നതെന്ന്. മോളെ, ഞാനൊന്ന് പറയട്ടെ. ഹേ, ഇനി എന്താ മമ്മിക്ക് പറയാനുള്ളത്? എന്ത് കള്ളം പറഞ്ഞിട്ട് എന്നെ വിശ്വസിപ്പിക്കാൻ പോകുന്നത്? നവീനെ നഷ്ടപ്പെട്ട പിന്നെ ഞാൻ ജീവിച്ചിരിക്കില്ലെന്ന് മമ്മിയോട് ഞാൻ പറഞ്ഞതല്ലേ? എന്നിട്ട് മമ്മി ദേ ഈ നിൽക്കുന്ന ഇവളെ കൊണ്ട് കളവും പറയിച്ചല്ലേ? മോളെ, നടന്ന സത്യാണ്, പക്ഷെ ഒന്നും അവസാനിച്ചിട്ടില്ല. ഇനി എന്താ ബാക്കിയുള്ളത് മമ്മി? പറ, ഇനി എന്താ ബാക്കിയുള്ളതെന്ന്. ഇനി ബാക്കിയുള്ളത് ദേ എന്റെ ജീവനാ. എന്റെ നവീനെ എനിക്ക് നഷ്ടപ്പെട്ട് കഴിഞ്ഞാ അത് അവസാനിപ്പിക്കുമെന്ന് ഞാൻ പറഞ്ഞ എന്റെ ജീവൻ, അത് തീരുന്നത് എങ്ങനെയാണെന്ന് മമ്മിക്ക് കാണണോ? ഞാൻ കാണിച്ചുതരാം. മോളെ, മമ്മി പറയുന്ന കേക്ക്. തൊട്ടു പോരുത് തന്നെ, തൊട്ടു പോരുത്. മമ്മി ഒന്ന് പറയട്ടെ മോളെ. മാറി നിൽക്കാനാ ഞാൻ പറഞ്ഞേ. മാറി. മോളെ, എന്റെ നവീന് എന്നെ വേണ്ടല്ലേ? ഞാൻ നവീനെ പിരിയണം അല്ലേ മമ്മി?